വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടോപ്പിക്സിൽ നിന്ന് ഇങ്ങനെയുള്ള ഡിസ്കഷൻ വേണം എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ഉണ്ടാവും കേട്ടോ. അത് കൺസിഡർ ചെയ്തതിനു ശേഷം അതിൽ നിന്ന് ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഹൈ ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. നമ്മുടെ സൂപ്പർ നോട്ട് സീരീസിലെ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് നഴ്സിംഗ് റിസർച്ചിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഉറപ്പായിട്ട് പഠിച്ചോളൂ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ഉണ്ടാവും കേട്ടോ, ഉറപ്പായിട്ട് ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് ഇങ്ങനെയുള്ള ഡിസ്കഷൻ വേണം എന്നുള്ളത് കമന്റ് ചെയ്യുക. അത് കൺസിഡർ ചെയ്തതിനു ശേഷം അതിൽ നിന്ന് ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, എന്താണ് നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുന്നത്? സിസ്റ്റമാറ്റിക് ഇൻക്വയറി ടു ഡെവലപ്പ് നോളജ് അബൌട്ട് നഴ്സിംഗ് ഇഷ്യൂസ് അല്ലെ. അതായത് നമ്മുടെ നഴ്സിംഗ് ഇഷ്യൂസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നഴ്സിംഗിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള, നഴ്സിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? നഴ്സിംഗ് പേഷ്യന്റ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് നഴ്സിംഗ് പേഷ്യന്റ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ഇൻക്വയറിയാണ് നമ്മൾ എന്ത് പറയുക? നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുക. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് EBP. എന്താണ് EBP? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആണ്. ഇന്റഗ്രേറ്റ്സ് റിസർച്ച് എവിഡൻസ് ഇൻടു ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ ഈ റിസർച്ചിൽ കൂടെ കേട്ടോ, നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് എവിഡൻസ് കിട്ടുന്നുണ്ട് അല്ലെ. ആ എവിഡൻസ് നമ്മൾ ക്ലിനിക്കലി അത് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഈ നോളജ് അല്ലെങ്കിൽ ഈ എവിഡൻസ് അപ്ലൈ ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുക. നെക്സ്റ്റ്, വേരിയബിൾ. അതിലേറെ ഇമ്പോർട്ടന്റ് ആണ്. വേരിയബിൾ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ടേക്സ് ഓൺ ഡിഫറെന്റ് വാല്യൂസ്. അതായത് ഒരു ഫീച്ചർ ആണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്താണ് ഈ വേരിയബിൾ എന്ന് പറയുന്നത്. അത് ഓരോ സമയം പല തരത്തിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ഓക്കുപൈ ചെയ്യും. അതിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. നെക്സ്റ്റ്, മെറ്റാ അനാലിസിസ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ പൂളിംഗ് ഓഫ് റിസൾട്ട്സ് ഫ്രം മൾട്ടിപ്പിൾ സ്റ്റഡീസ് കേട്ടോ. മൾട്ടിപ്പിൾ സ്റ്റഡീസിൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പൂളിംഗ്, അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരുപാട് സ്റ്റഡീസിൽ നിന്നുള്ള റിസൾട്ട് എടുത്തിട്ട് നമ്മൾ പറയുന്നതിനാണ് എന്ത് പറയുക? മെറ്റാ അനാലിസിസ് എന്ന് പറയുക കേട്ടോ. മെറ്റാ അനാലിസിസ് എന്ന് പറയുക. നെക്സ്റ്റ്, ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് അല്ലെ. ആക്ച്വലി നമ്മുടെ റിസർച്ചിന്റെ മെത്തഡോളജി പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നതാണ് ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാ വരിക? MCR അല്ലെ, മാനിപ്പുലേഷൻ, കൺട്രോൾ, റാൻഡമൈസേഷൻ ആണ് ഒരു ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ ഫീച്ചർ ആയിട്ട് പറയാൻ കഴിയുക. അതേസമയം എന്താണ് ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുക? അവിടെ ഈ റാൻഡമൈസേഷൻ അല്ലെങ്കിൽ കൺട്രോള് ഇതിലേതെങ്കിലും ഒരെണ്ണം അവിടെ ലാക്കിംഗ് ആയിരിക്കും ഈ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനിൽ. നെക്സ്റ്റ്, ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്താണ്? കളക്ട് ഡേറ്റ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം കേട്ടോ. ഒറ്റ പോയിന്റ് ഓഫ് ടൈമിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറയുക. അതേസമയം ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ആണെങ്കിലോ കളക്ട് ഡേറ്റ ഓവർ ടൈം അല്ലെ. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയും. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? പലർക്കും കൺഫ്യൂഷനും ഡൗട്ടും ഒക്കെ ഉള്ള ഏരിയ ആണ് അല്ലെ. നമ്മൾ വളരെ ഡെപ്തിൽ നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിൽ കവർ ചെയ്യുന്ന കാര്യമാണ് ഇത്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഡ്രോ കൺക്ലൂഷൻ ബിയോണ്ട് ദ സാമ്പിൾ. അതായത് സാമ്പിളിന്റെ ഫൈൻഡിങ്സ് മാത്രമല്ല നമ്മൾ അവിടെ എടുക്കുക, നമ്മുടെ സ്റ്റഡിയെ ജനറലൈസ് ചെയ്ത് നമ്മുടെ പോപ്പുലേഷനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് വഴി ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുക. പ്രെഡിക്ട്സ് ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദ അനദർ. അതായത് ഒരു വേരിയബിളിൽ നിന്ന് നമ്മൾ മറ്റൊരു വേരിയബിളിലേക്ക് അതിന്റെ വാല്യൂവിനെ പ്രഡിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക? അസ്യൂംസ് നോ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് കേട്ടോ. രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അപ്പൊ എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക? സജസ്റ്റ് എ റിലേഷൻഷിപ്പ് ഓർ ഡിഫറൻസ്. അവിടെ ഒരു ബന്ധം പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്. അതിനാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. നെക്സ്റ്റ് എന്താണ്? എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുക. ഈസ് അബൌട്ട് ആപ്ലിക്കബിലിറ്റി ടു അതർ സെറ്റിംഗ്സ്. അതായത് നമ്മളിപ്പോൾ ഒരിടത്തൊരു സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡി ഫൈൻഡിങ്സ് ബാക്കിയുള്ള സെറ്റിംഗ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് നമ്മൾ പറയുന്നതിനാണ് ഈ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇത് ആക്ച്വലി ടെസ്റ്റ് ആണ്. നമ്മുടെ റിസർച്ചിൽ നമ്മൾ അനാലിസിസിൽ അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ടി ടെസ്റ്റ് അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, സ്റ്റുഡന്റ് ടി ടെസ്റ്റ് എന്നൊക്കെ പറയും. അതെന്താ ചെയ്യുക? കമ്പയേഴ്സ് മീൻസ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ്. രണ്ട് ഗ്രൂപ്പ് തമ്മിൽ, ഇപ്പം ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഒരു കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പിന്റെയും മീൻ വാല്യൂസിനെ കമ്പയർ ചെയ്യുന്നതാണ് ഈ ടി ടെസ്റ്റ് വഴി ചെയ്യുക. അപ്പൊ എന്താണ് അനോവ അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് അനോവ കേട്ടോ. അനാലിസിസ് ഓഫ് വേരിയൻസിന്റെ ഷോർട്ട് ഫോം ആണ് അനോവ. കമ്പയേഴ്സ് means among 3 or
മോർ ഗ്രൂപ്പ്സ്, 3 അതിലധികമോ ഉള്ള ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിന്റെ മീനിനെ കമ്പയർ ചെയ്യുകയാണ് അനോവ വഴി ചെയ്യുക. തെറ്റിപ്പോകരുത്. ടി ടെസ്റ്റ് ആണെങ്കിൽ 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. 3 അതിലധികമോ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ മീൻ കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അനോവയാണ് യൂസ് ചെയ്യുക. അതേസമയം കൈ സ്ക്വയർ ടെസ്റ്റ് ആണെങ്കിലോ കൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാറ്റഗോറിക്കൽ വേരിയബിൾ അല്ലെ. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഒക്കെ. അപ്പൊ ഈ കാറ്റഗോറിക്കൽ വേരിയബിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഹോത്തോൺ ഇഫക്റ്റ് എന്താണ്? ഇസ് ബിഹേവിയർ ചേഞ്ച് ഡ്യൂ ടു ബീങ് സ്റ്റഡീഡ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സാമ്പിൾസിന്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെ, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഹോത്തോൺ ഇഫക്റ്റ് എന്ന് പറയുക. ആക്ച്വലി നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ച റിസർച്ചിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് നമ്മൾ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിന്റെ ഫുൾ വേർഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ, അതായത് റിസർച്ച് ഫുൾ കവർ ചെയ്തിട്ടുള്ള വൺ ലൈനേഴ്സ് നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ റെഗുലർ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ച് കേട്ടോ, നമ്മുടെ ക്രാഷ് ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിനകത്ത് ആക്ച്വലി നമ്മൾ ഫുൾ സ്റ്റഡി പ്ലാൻ പറയുന്നുണ്ട്, റിവിഷൻ, ഫാക്കൽറ്റി റിവിഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരുന്നത്. ഇപ്പൊ ഫാക്കൽറ്റി റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വരിക നമ്മുടെ മാരത്തൺ റിവിഷൻ ആണ്, പിന്നെ ഒരു ഫുൾ സിലബസ് റിവിഷൻ. ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോവുക. കൂടാതെ റാങ്ക് ബൂസ്റ്റർ പാക്കിന്റെ ആക്സസ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നതാണ്. അതുകൂടാതെ ടൈംലി ഡെയിലി തന്നെ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തിയാണ് നമ്മളെ പഠനം പോകുക. നമ്മുടെ സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഹാപ്പി സ്റ്റഡി.